नमस्ते बच्चों, ഷിജീസ് ഹിന്ദി ക്ലാസ്സസ് में सभी का स्वागत है। കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗുൽമോഹർ का जन्मदिन എന്ന പാഠഭാഗത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. इस वीडियो में हम गुलमोहर के जन्मदिन का प्रश्नोत्तर पर ध्यान देंगे. ഈ പാഠഭാഗത്തിലെ പുതിയ പദങ്ങൾ നമ്മൾക്കൊന്ന് നോക്കാം. पहला शब्द है पेड़. पेड़ എന്ന് പറഞ്ഞാൽ മരം. अगला प्यारे, प्रिय. पांचवे अंजामद, जन्मदिन, जन्मदिनम. वर्षगांठ, वार्षिकम. जरूर, തീർച്ചയായും. परसों, മറ്റന്നാൾ. शाम, വൈകുന്നേരം. മനാന, ആഘോഷിക്കുക. സമജ്, മനസ്സിലാക്കുക. മസാഖ്, തമാശ. സച്ച്, സത്യം. ചിട്ടി, കത്ത്. കഹാനി, കഥ. ബഗീച്ച, പൂന്തോട്ടം. സഫേദ്, വെള്ള. ചാദർ, വിരി. ഉപഹാർ, സമ്മാനം. പത്തി, ഇല. സുന്ദർ, ഭംഗിയുള്ള അല്ലെങ്കിൽ മനോഹരമായ. ലാൽ, ചുവപ്പ്. പീല, മഞ്ഞ. കേസരിയ, കുങ്കുമം. സഹേലി, കൂട്ടുകാരി. ഫൈസ്ല, തീരുമാനം. അമറൂദ്, പേര. रंग, निरम. नाचने, नृत्तम. मलते, तिरुम्मी. दावत, विरुന്ന്. लिपटना, കെട്ടിപ്പിടിക്കുക. नीचे, താഴെ. भागना, ഓടുക. उदास, संगड़म. अगला प्रश्न क्या है? गुलमोहर की वर्षगांठ से संबंधित एक पोस्टर बनाने को बोला गया है, तो उसमें क्या क्या होना चाहिए? देखो, आप नीचे पढ़ेंगे तो उसमें सब कुछ लिखा हुआ है. गुलमोहर के वर्षगांठ से संबंधित है. इसका मतलब क्या है? ഗുൽമോഹറിന്റെ വാർഷികത്തിന്റെ സംബന്ധിച്ച് ആവണം ഈ പോസ്റ്റർ. സ്ഥാൻ, താരീഖ്, സമയ ആദി का उल्लेख है. സമയ, സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, സമയം എന്ന് പറഞ്ഞാൽ സമയം. അതൊക്കെ ആ പോസ്റ്ററിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തണം. ആകർഷക് ഹെ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആവണം ആ പോസ്റ്റർ. ഇതൊക്കെയാണ് നമ്മൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുട്ടികളെ, ഞാനിവിടെ ഒരു പോസ്റ്റർ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായ രീതിയിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പോസ്റ്ററാണ്. പക്ഷെ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആ ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നമ്മൾ ആ പോസ്റ്ററിൽ കാണിക്കേണ്ടതാണ്. ഇതിലെന്താ? ജന്മദിൻ നിമന്ത്രൺ. ജന്മദിനം നിമന്ത്രൺ എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ. ഗുൽമോഹർ കാ 5वीं वर्षगांठ समारोह. ഗുൽമോഹറിന്റെ 5ാം വാർഷികം സമാരോഹ് എന്ന് പറഞ്ഞാൽ സെറിമണി. समय മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6 मई 2014 शाम 4:30 बजे. സ്ഥൽ കശ്യപ് നിവാസ്. സ്ഥൽ എന്ന് പറഞ്ഞാൽ സ്ഥലം. സബ്കാ സ്വാഗത്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. पहला प्रश्न, किसका जन्मदिन मनाया जा रहा था? ആരുടെ ജന്മദിനമാണ് ആഘോഷിക്കുന്നുണ്ടായിരുന്നത്? ഗുൽമോഹർ के पेड़ का जन्मदिन मनाया जा रहा था. ഗുൽമോഹർ മരത്തിന്റെ ജന്മദിനമാണ് ആഘോഷിച്ചിരുന്നത്. പത്ര കിസ്നെ ഓർ കിസ്കോ ലിഖ. പത്ര, പത്ര എന്ന് പറഞ്ഞാൽ ചിട്ടി അല്ലെങ്കിൽ കത്ത്. കത്ത് ആര്, ആർക്കാണ് എഴുതിയത്? പത്ര മീന നെ നിർമ്മൽ കോ ലിഖ. പത്ര, കത്ത് മീന നിർമ്മലിനാണ് എഴുതിയത്. മീന ക്യോ ഉദാസ് थी? മീന വിഷമിച്ചിരിക്കുന്ന കാരണം എന്തായിരുന്നു? माँ गुलमोहर के पेड़ को कटवाने वाली थी, इसलिए मीना उदास थी.
അമ്മ ഗുൽമോഹറിന്റെ മരം മുറിക്കാൻ പോകുകയായിരുന്നു. അതുകൊണ്ടാണ് മീന ഇങ്ങനെ വിഷമിച്ചിരുന്നിരുന്നത്. മാനെ മാലി സെ ക്യാ കഹ. അമ്മ മാലി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടക്കാരൻ. അമ്മ പൂന്തോട്ടക്കാരനോട് എന്താണ് പറഞ്ഞത്? മാനെ മാലി കോ ഗുൽമോഹർ കാ പേട് കാട്ട്നെ കോ കഹ. അമ്മ പൂന്തോട്ടക്കാരനോട് ഗുൽമോഹറിന്റെ മരം വെട്ടാൻ പറഞ്ഞു. അഗ്ലാ പ്രശ്ന. മാ ഗുൽമോഹർ കി പേട് കോ ക്യോं കട്വാനാ ചാഹത്തി थी. അമ്മ ഗുൽമോഹറിന്റെ വൃക്ഷത്തെ എന്തുകൊണ്ടാണ് മുറിക്കാൻ ആഗ്രഹിച്ചിരുന്നത്? गुलमोहर के पेड़ पर 4 वर्ष से कोई फूल नहीं खिल रहे थे, इसलिए माँ पेड़ को कटवाना चाहती थी. ഗുൽമോഹർ മരത്തിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി ഒരു പൂക്കളും വിരിഞ്ഞില്ല. അതുകൊണ്ടാണ് അമ്മ ആ മരത്തെ വെട്ടാൻ ആഗ്രഹിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൂൽ കഹാ സെ ഝാങ്ക് രഹേ थे. പൂക്കൾ എവിടുന്നാണ് എത്തിച്ചു നോക്കിയിരുന്നത്? ഫൂൽ ഹരെ ഹരെ പത്തോ കെ ബീച്ച് സെ ഝാങ്ക് രഹേ थे. പൂക്കൾ ആ പച്ച ഇലകളുടെ ഇടയിൽ നിന്നാണ് എത്തിച്ച് നോക്കിയിരുന്നത്. मीना छुपके से गुलमोहर को कुछ और पानी दे आती. वो ऐसा क्यों करती थी? മീന ആരും കാണാണ്ട് ഗുൽമോഹറിന് കുറച്ച് വെള്ളം ഒഴിക്കും. അമ്മ ഒഴിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മാലി നോക്കിയിട്ടുണ്ടാവും. എന്നാലും മീന ആരും കാണാണ്ട് പോയി കുറച്ചുകൂടി വെള്ളം കൊടുക്കും. എന്തിനാണ് മീന അങ്ങനെ ചെയ്തിരുന്നത്? മീന छुपके से गुलमोहर को पानी दे आती क्योंकि वह जानती थी अगर अगली गर्मी तक गुलमोहर के पेड़ पर फूल नहीं खिले तो माँ उसे कटवा देंगी. എന്തുകൊണ്ടാണ് മീന അങ്ങനെ ചെയ്ത്? മീന ആരും കാണാണ്ട് വെള്ളം ഒഴിച്ചിരുന്നത് മീനയ്ക്ക് അറിയാമായിരുന്നു അടുത്ത ചൂടുകാലം അല്ലെങ്കിൽ വേനൽക്കാലം ആവുമ്പോഴേക്കും അതിൽ പൂക്കൾ വന്നില്ലെങ്കിൽ मीना अम्मा आ मरम मुरिक्कुम. इस गुलमोहर को काट दो और इसकी जगह पर दूसरा गुलमोहर लगाओ. माँ के इस मनोभाव पर चर्चा करें. ഈ ഗുൽമോഹർ മരത്തെ മുറിച്ചിട്ട് അതിന്റെ സ്ഥലത്ത് വേറൊരു ഗുൽമോഹർ നമുക്ക് നടാം. അമ്മയുടെ ഈ മനോഭാവത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പറയുന്നത്. माँ ने जो 4 वर्ष पहले गुलमोहर का पौधा लगाया था उस पर कोई फूल नहीं खिल रहे थे. माँ उस पेड़ को कटवाकर नया गुलमोहर का पौधा लगाना चाहती थी. माँ का यह सोचना था कि बिना फूल के पेड़ को रखने का कोई फायदा नहीं. അമ്മ 4 വർഷം മുമ്പാണ് ഈ ഗുൽമോഹറിന്റെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 4 വർഷമായിട്ടും അതിലൊരു പൂക്കളും വിരിഞ്ഞിരുന്നില്ല. അപ്പൊ മാ ആ മരത്തെ മുറിച്ചിട്ട് വേറൊരു ഗുൽമോഹറിന്റെ ചെടി വെക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. എന്താ മാ ചിന്തിച്ചിരുന്നത്? ഒരു പൂവും ഇല്ലാണ്ട് ഈ മരം ഇങ്ങനെ വെക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല, ഒരു ലാഭവുമില്ല. ഫായ്ദ എന്ന് പറഞ്ഞാൽ ലാഭം. जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. गुलमोहर के विचार क्या क्या होंगे? മീന കൂട്ടുകാരികളോട് കഥ പറഞ്ഞതിന് ശേഷം ഗുൽമോഹറിനെ ഒന്ന് നോക്കും. അപ്പൊ എന്താ മീനയ്ക്ക് തോന്നുന്നത്? ഗുൽമോഹറും സ്വന്തം കഥ കേട്ടിട്ട് പുഞ്ചിരിക്കുന്നത് പോലെ. എന്താവും മനസ്സിൽ ആ സമയത്ത് ഗുൽമോഹറിന്റെ എന്താവും ആള് ചിന്തിക്കുന്നുണ്ടാവുക? गुलमोहर ये सोच रहा होगा कि अगर इस गर्मी में भी फूल नहीं खिलते तो आज ये जन्मदिन नहीं मनाया जाता. आज उसकी जगह पर एक नया गुलमोहर का पौधा होता. ഗുൽമോഹർ എന്താവും വിചാരിക്കുന്നുണ്ടാവുക? ഈ വേനൽക്കാലത്തും പൂക്കൾ വിരിഞ്ഞിരുന്നില്ലെങ്കിൽ എന്താവും? ഇന്ന് ഈ ജന്മദിനം ആഘോഷം നടക്കില്ലായിരുന്നു. आज उसकी जगह पर एक नया गुलमोहर का पौधा होता. ഇന്ന് ഗുൽമോഹർ മരത്തിന്റെ സ്ഥലത്ത് ഒരു ചെറിയ തൈ ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണ് ഗുൽമോഹർ ചിന്തിക്കുന്നുണ്ടാവുക. वाक्य चुनकर लिखें. मैं तुम्हें सारी कहानी बता दूंगी. अच्छा, जरूर आऊंगी. रेखांकित अंश पर ध्यान दें. पाठ भाग से वाक्य चुनकर लिखें. ഞാൻ നിനക്ക് എല്ലാ കഥയും പറഞ്ഞു തരാം. ഫസ്റ്റ് ആണ് मैं तुम्हें सारी कहानी बता दूंगी. ഞാൻ എല്ലാ
കഥയും നിനക്ക് പറഞ്ഞു തരാം. അച്ഛാ ജറൂർ ആവുങ്കി. ഓക്കെ, ഞാൻ എന്തായാലും തീർച്ചയായും വരാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഈ സെന്റൻസ് നമ്മൾ ഭവിഷ്യകാൽ എന്ന് പറയും. ഫ്യൂച്ചർ ടെൻസിലാണ് ഈ രണ്ട് സെന്റൻസും അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യം എന്താണ്? ഈ പാഠഭാഗത്തിൽ നിന്നും ഇങ്ങനത്തെ സെന്റൻസുകൾ കണ്ടെത്തണം. ഈ പാഠഭാഗത്തിൽ ഇങ്ങനത്തെ സെന്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. പാഠഭാഗത്തിൽ നിന്ന് കുറച്ച് വാചകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെയാണ് മാ मैं अपने गुलमोहर की 5वीं वर्षगांठ बनाऊंगी. सेकंड, मैं अपनी सहेलियों को दावत दूंगी. मीना मीना उठो उठो, तुम्हें कुछ दिखाऊं. माँ मैं कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे. मैंने सोचा माँ इसको जरूर कटवा देंगी. तो मनाऊंगी, दूंगी, आएंगे ഇതൊക്കെ ഫ്യൂച്ചർ ടെൻസ് ആണ്. അത് ഭവിഷ്യകാലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ വാക്കുകൾ. അടുത്ത ചോദ്യം, वाक्यों पर ध्यान दे. पेड़ लगने के कुछ समय बाद एक में से पीले रंग के फूल निकल आए. माँ ने माली से कहा कि इसकी जगह पर दूसरा गुलमोहर लगवाओ. घर तैयार हो जाने के बाद माँ ने बगीचा लगवाया. रेखांकित अंशों पर ध्यान दें. पाठ भाग से ऐसे वाक्य छांटकर लिखें. ഇതിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനത്തെ വാക്കുകളാണ് അവർ കണക്ട് ചെയ്യുന്നത്? ലഗാനെ, ലഗാവോ, ലഗ്വായ. അപ്പോൾ ചോദ്യം എന്താണ്? പാഠഭാഗത്തിൽ നിന്നും ഇങ്ങനത്തെ വാക്കുകൾ കണ്ടെത്തി ആ സെന്റൻസ് എഴുതാനാണ് പറയുന്നത്. കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഇങ്ങനത്തെ കണക്റ്റിംഗ് വേർഡ്സ്, കണക്റ്റിംഗ് സെന്റൻസ് ഏതെങ്കിലും ഉണ്ടോ എന്ന്. घर तैयार हो जाने के बाद माँ ने बगीचा लगवाया. अमरूद, आम और गुलमोहर के 2-2 पौधे लगवाए. माँ ने कहा इस पेड़ को कटवा कर दूसरा लगवाते हैं. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കണക്റ്റിംഗ്? ലഗ്വായ, ലഗ്വായെ, ലഗ്വാത്തെ. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. आओ आओ ये देखो, मीना ने बगीचे में उन्हें गुलमोहर का वृक्ष दिखाया. ഇതിൽ ഏതൊക്കെയാണ് കണക്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ്? देखो, दिखाया. കഹാനി പഠേ താലിക ഭരേ. പാഠഭാഗം വായിച്ചിട്ട് പട്ടിക പൂരിപ്പിക്കുക. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നന്നായി ഈ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എളുപ്പത്തിൽ കൊടുക്കാവുന്ന ഒരു ഉത്തരമാണ് ഇത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്ന് കണ്ടെത്താം. लाल लाल फूल, हरे हरे पत्ते, ठंडी ठंडी छाया. अगला प्रश्न है, पढ़ें लिखें. निर्मल चुस्त लड़की है, वह सुंदर और होशियार है, चंचल और चतुर भी है. रामू माली है, मोटा आदमी है, वह सुस्त है लेकिन ईमानदार है. ഇത് നിർമ്മലും രാമുവിനെയും പറ്റിയിട്ടൊരു ചെറിയൊരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ചോദ്യം. അതാണ് നിർമ്മൽ की विशेषता और रामू की विशेषता बताएं. നിർമ്മലും രാമുവിൻ്റെയും പ്രത്യേകതകൾ പറയാനാണ് ഈ ചോദ്യത്തിൽ അവർ ചോദിക്കുന്നത്. निर्मल की विशेषता, चुस्त, सुंदर, होशियार, चंचल, चतुर. रामू की विशेषता, मोटा, सुस्त, ईमानदार. നിർമ്മലിന്റെ വിശേഷത, നിർമ്മലിന്റെ പ്രത്യേകത എന്താണ്? ചുസ്ത്. ചുസ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ്, സജീവമായ. സുന്ദർ, സുന്ദർ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഭംഗിയുള്ള. ഹോഷിയാർ, ബുദ്ധിശാലി, ബുദ്ധിയുള്ള. ചഞ്ചൽ, ചഞ്ചൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ ചഞ്ചൽ എന്ന് പറയുന്നത്. ചതുർ, ചതുർ എന്ന് പറഞ്ഞാലും ബുദ്ധിശാലി എന്ന് തന്നെയാണ് ചതുറിന്റെ അർത്ഥം വരുന്നത്. രാമു की विशेषता, രാമുവിന്റെ പ്രത്യേകതകൾ എന്താണ്? മോട്ട,
തടിയൻ. സുസ്ത്, സുസ്ത് എന്ന് പറഞ്ഞാൽ ക്ഷീണിതനാണ് എപ്പോഴും. ഈമാൻദാർ, സത്യസന്ധൻ. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ പറ്റും. ഡയറക്റ്റായിട്ട് ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫർദർ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. See you in the next class. Until then, bye and take care.